നിങ്ങളുടെ മക്കൾ ലഹരിക്ക് അടിമയാകുന്നുണ്ടെങ്കിൽ, അവർ വഴിവിട്ട ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദികൾ? ഈ സമൂഹത്തെയോ അവരുടെ കൂട്ടുകാരെയോ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുക? ഇവിടെ ചില ആളുകളുണ്ട്, കുട്ടികൾ വഴിപിടിച്ച് പോയതിന് മറ്റുള്ളവരെ പഴിക്കും. തിരുവനന്തപുരം കരിക്കകത്തെ സതീഷും അതാണ് ചെയ്തത്. മകനെ ലഹരിക്ക് അടിമയാക്കുന്നുവെന്ന് ആരോപിച്ച് മകൻ്റെ സുഹൃത്തിനെ കുത്തി പരിക്കേൽപ്പിച്ച അച്ഛൻ. അതിക്രമത്തിന് പിന്നാലെ അച്ഛൻ സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മകന് ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കരുതെന്ന് താക്കീത് നൽകിയിട്ടും വീണ്ടും മയക്കുമരുന്ന് നൽകിയതാണ് പിതാവിനെ പ്രകോപിപ്പിച്ചത്. കുത്തേറ്റ വിജിൻ നിരവധി ലഹരി അടിപിടി കേസുകളിൽ പ്രതിയാണ്. തലസ്ഥാന നഗരിയിൽ 2 ദിവസം മുൻപാണ് അതിക്രമം നടന്നത്. കരിക്കകം റെയിൽവേ പാലത്തിന് സമീപം വെച്ചാണ് വിജിൻ വിക്ടർ എന്ന യുവാവിന് കുത്തേറ്റത്. തന്റെ മകന് ലഹരിമരുന്ന് നൽകുന്നത് വിജിനാണെന്ന് അറിഞ്ഞാണ് സതീഷ് കുമാർ എന്ന 64-കാരൻ ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് പോലീസ് പറയുന്നു. പലതവണ സതീഷ് കുമാർ വിജിനെ വിലക്കി. മകന് ലഹരി പദാർത്ഥങ്ങൾ നൽകരുതെന്ന് പലകുറി ആവർത്തിച്ചു. എന്നാൽ ഇത് വീണ്ടും തുടരുന്നു എന്ന് കണ്ടതോടെയാണ് പിതാവിന്റെ സമനില തെറ്റിയത്. വിജിനെ ഒറ്റയ്ക്ക് കണ്ട സമയത്ത് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പേട്ട പോലീസ് സ്റ്റേഷനിൽ നിരവധി ലഹരി അടിപിടി കേസുകളിൽ പ്രതിയാണ് കുത്തേറ്റ വിജിൻ. ഇദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി സതീഷ് കുമാർ റിമാൻഡിലും. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.